വെൽക്കം ബാക്ക്. ജോക്കർ മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് യാത്രകളിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വന്ന് കയറി എല്ലാ ജോലിയും വിട്ട് ഞാനിപ്പോൾ ഒന്ന് റീകണക്റ്റ് ആയേ ഉള്ളൂ എല്ലാം കൊണ്ടും. സോ അതാണ് ഈ വീഡിയോസ് ഒന്നും കാണാഞ്ഞത്. ലാസ്റ്റ് നമ്മൾ എമ്പുരാൻ്റെ മൂവി റിവ്യൂ ചെയ്തു. ഞാൻ ഈ യാത്രകൾക്കിടയിൽ എമ്പുരാൻ അങ്ങനെ കത്തി കയറി ഒരുപാട് വിവാദങ്ങളായി. BJP-ക്കാർക്കും RSS-കാർക്കൊന്നും ആ സിനിമേനെ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. സത്യം പറഞ്ഞാൽ എമ്പുരാൻ കാണുമ്പോഴോ എമ്പുരാൻ എനിക്ക് നമുക്കത് ഗുജറാത്ത് കലാപമൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമായിരുന്നു ഇത് സംഭവം തന്നെയാണെന്നുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ റിലീസ് ഡേറ്റിൽ തന്നെയാണ് കാണുന്നത്. അതിൽ അവിടെ ഉണ്ടായിരുന്ന അക്രമത്തിൻ്റെ ഒരു 100-ൽ 5% കാണിച്ചിട്ടുള്ളൂ. ഞാൻ പിന്നീട് അറിയുന്നത് എനിക്കൊരു വ്യക്തമായ സോഴ്സിൽ നിന്നല്ല. പിന്നീട് ഞാൻ അറിയുന്നത് ആ ഗർഭിണിയുടെ ശൂലം കയറ്റുന്നതും അങ്ങനത്തെ സീനുകൾ എടുത്തു വെച്ചിരുന്നു. അത് നോർമലി ഉണ്ടാകുന്ന സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞു, വയലൻസ് കൂടുതലായിട്ടാണെന്നാണ്. പക്ഷേ എനിക്കതിൻ്റെ സ്ഥിരീകരണം അറിഞ്ഞുകൂടാ. പക്ഷേ ആ കലാപത്തിലുണ്ടായിരുന്ന ഒരു 100% ഒരു 5% മാത്രമേ ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. അതുപോലും സഹിക്കാൻ കഴിയുന്നില്ല RSS-ന്. നോക്കൂ, നമുക്കൊരു സിനിമ വരുന്നു, അല്ലെങ്കിൽ ഒരു കവിത വരുന്നു, അല്ലെങ്കിൽ ഒരു സമാഹാരം വരുന്നു, എന്തോ ആയിക്കോട്ടെ, വിമർശനങ്ങളുണ്ടാവും. വിമർശിക്കണം, മനുഷ്യരായി വിമർശിക്കണം. ചിലപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം കേരള സ്റ്റോറി എന്നുള്ളൊരു സിനിമ വന്നു. എല്ലാവരും അതിനെ ഒരുപാട് രീതിയിൽ വിമർശിച്ചു. പക്ഷേ അതുകൂടെ പ്രദർശിപ്പിക്കാൻ പാടില്ല, അത് കട്ട് ചെയ്ത് കളയണം എന്നൊരു സെൻസർ ബോർഡോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളതിനെ കണ്ടിട്ട് നിങ്ങളതിനെ വിമർശിക്കാം, എന്തിനെ വേണേൽ നമുക്ക് വിമർശിക്കാം. പക്ഷേ അതൊരു കലാരൂപത്തെ നിങ്ങൾ നോക്കൂ, നമ്മളൊരു പ്രതിഷേധം കാണിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ പ്രതിഷേധം എഴുതുന്നതെല്ലാം കഥയിലൂടെയും കവിതകളിലൂടെയും പാട്ടുകളിലൂടെയൊക്കെയാണ്. ഇപ്പം റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം, വേടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ, പുള്ളിയുടെ പാട്ടുകൾ റാപ്പ് എന്നുള്ള നിലയ്ക്കല്ല, അയാളുടെ കവിതകളാണ്. അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യവും വ്യക്തമായി അയാളുടെ കവിതകളിലൂടെ, റാപ്പുകളിലൂടെ ആൾക്കാരോട് പറയണം. ഞാൻ ഈ ഇടയ്ക്ക് വേടൻ്റെ അനുപമേനോൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിൽ വേടൻ കൃത്യമായിട്ട് പറയുന്നത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതിലൂടെ പറയുന്നുണ്ട്, പുറത്ത് വന്ന് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നെ തല്ലിക്കൊല്ലും. എനിക്ക് ഈ പാട്ടിലൂടെ പറയാൻ പറ്റുള്ളൂ, എനിക്ക് ഈ കലയിലൂടെ പറയാൻ പറ്റുള്ളൂ. പുറത്തു വന്നൊരു വേദിയിൽ നിന്ന് ഞാനിതിങ്ങനെ ചെറപറ ഇവന്മാരെ ചീത്ത പറയുകയും അധിക്ഷേപിക്കുകയും അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതിലൊരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നല്ല, പുലയനല്ല, പാണനല്ല, നീ തമ്പുരാനുമല്ല, നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരു മൈരുമില്ല എന്ന് ഞാനൊരു വേദി വന്ന് പറഞ്ഞ് ഇവരെന്നെ തല്ലിക്കൊല്ലും. അപ്പോൾ നമ്മളെ പ്രതിഷേധങ്ങൾ, നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം കലയിലൂടെയാണ് ഒട്ടുമിക്ക കാലഘട്ടത്തിലും പറഞ്ഞു പോയിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിലാണ് കലയെ കൂടുതൽ ആൾക്കാർ കണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഒട്ടും പ്രശംസനീയമല്ല. അപ്പോൾ ഈ ഗുജറാത്ത് ഇപ്പോൾ എമ്പുരാനിലേക്ക് തിരിച്ചു വരുമ്പോൾ, എമ്പുരാനിലെ നിങ്ങൾക്ക് കഥ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. പക്ഷെ ഇപ്പോൾ ഇവർ ഈ സിനിമ എഴുതി വച്ചിട്ടുള്ള ഒരു ഉദ്ദേശം കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരു ഗുജറാത്ത് കലാപത്തെ പറ്റിയൊക്കെ മനുഷ്യരിത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഈ 10-25 വർഷം മുമ്പ് നടന്നൊരു കാര്യത്തെ പറ്റിയിട്ട് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരിൽ ഇതിനെപ്പറ്റി മറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്കറിയില്ല ഇതിനെ പറ്റിയിട്ട്, ഇതെന്താണ്, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊരു കൊമേഴ്ഷ്യൽ മൂവിയിലാണ് വരുന്നത്. നോക്കൂ, ഇപ്പോൾ കേരള സ്റ്റോറി അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനത്തെ ചെറുകിട മൂവിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർ പ്രാധാന്യം ഇല്ലാത്ത ആൾക്കാരുടെ കൂടെയാണ് ഈ മൂവി വരുന്നതെങ്കിൽ അതധികം ശ്രദ്ധിക്കപ്പെടില്ല. ഇനി അഥവാ ശ്രദ്ധിക്കപ്പെട്ടാൽ, ഇപ്പോൾ കേരള സ്റ്റോറി പോലത്തെ സിനിമ വരുന്നു, അത് കേരളത്തിൽ റിലീസാവുന്നു, ബാക്കിയുള്ള സ്ഥലത്ത് വിടാം നമുക്ക്, കേരളത്തിൽ റിലീസാവുന്നു, അത് കാണുന്നത് എനിക്ക് തോന്നുന്നു 90% ആൾക്കാർ അത് രാഷ്ട്രീയപരമായി ബന്ധമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി അത് പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അത് രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല, അത് ഒരു കൊമേഴ്ഷ്യൽ മൂവിയല്ല. നമുക്ക് നോക്കൂ, ഒരു ഫീൽ ഗുഡ് മൂവിയോ അല്ലെങ്കിൽ സിനിമ, അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡയുടെ മൂവിയാണെന്ന് ഇവർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. സോ അതിനോട് ഇഷ്ടമുള്ളവരും എതിരഭിപ്രായമുള്ളവരും മാത്രമേ ആ സിനിമ കാണാൻ പോകുള്ളൂ.
അതല്ലാതെ നോർമൽ നമുക്ക് ഇന്നൊരു സിനിമയ്ക്ക് വേണം, അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് പോയി കാണാം. ദിലീപിൻ്റെ സിനിമ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ, അല്ലെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ സിനിമ, അല്ലെങ്കിൽ അമീർ ഖാൻ്റെ സിനിമ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ, മമ്മൂട്ടിയുടെ സിനിമ, അങ്ങനത്തെ ഒരു ലെവലല്ല ഈ ഇത്തരം സിനിമകൾ വരുന്നത്. സോ അതുകൊണ്ട് ആ സിനിമ കാണാനുള്ള ജനങ്ങൾ ഒരു 30% അല്ലെങ്കിൽ 25% താഴെ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു അതൊരു ബോക്സ് ഓഫീസ് ഹിറ്റൊന്നും ആയിരിക്കില്ല, നഷ്ടത്തിലായിരിക്കും. അപ്പോൾ അത്തരം ലെവലിലല്ല ഈ സിനിമ വന്നിട്ടുള്ളത്. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ കൊമേഴ്ഷ്യൽ മൂവിയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ അഭിനയിച്ച മൂവിയാണ്. പൃഥ്വിരാജ് വളരെ രീതിയിൽ നോർത്ത് ഇന്ത്യയിലും ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ ആ ഗ്യാങ് മൊത്തം ഉണ്ടല്ലോ, തെലുങ്ക്, കന്നഡ, ആ ഏരിയയിലൊക്കെ എല്ലാവരായിട്ടും പ്രൊഡക്ഷനായാലും ഡിസ്ട്രിബ്യൂഷനായാലും എല്ലാവരായിട്ടും കണക്ഷൻ ഉള്ള ഒരാളുമാണ് പുള്ളി. എനിക്ക് തോന്നുന്നു മലയാളത്തിലേക്ക് ഹോംബാലെ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണക്ട് ചെയ്യിപ്പിച്ചത് പൃഥ്വിരാജാണ്. ബാക്കി ആരും അങ്ങനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാനോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻസിനെ കൊണ്ടുവന്ന പൃഥ്വിരാജ്. അപ്പോൾ ഓൾ ഓവർ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഒരു 75% ഈ സിനിമ എക്സ്പ്ലോർ ആവുകയാണ്. അത് ഇവരെ പേടിപ്പിച്ചു. ബാക്കിയുള്ള സിനിമകൾ കാണുന്ന പോലെയല്ല. ഈ സിനിമകളുടെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് ആൾക്കാരുടെ ഇതിലേക്ക് എത്താനും തലയിലേക്ക് പെട്ടെന്ന് ഇഞ്ചെക്ട് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് സിനിമകൾ അല്ലെങ്കിൽ കലയിലൂടെ ഇത്തരം ആശയങ്ങൾ പറഞ്ഞു വരുന്നത്. നമ്മളൊരു കവിത ചൊല്ലുമ്പോൾ പെട്ടെന്ന് ഈ നമ്മളെ പൊളിറ്റിക്കൽ ആശയങ്ങൾ പെട്ടെന്ന് ആൾക്കാരുടെ ഇടയിലേക്ക് എത്താനും അത് പെട്ടെന്ന് ക്ലിക്കാവാനും തലയുടെ ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറാനും സാധിക്കും. ഈ പഴയ കാല കഥകളിലെ വീണ്ടും ആൾക്കാർ ഓർത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവരിത് പേടിച്ചുകൊണ്ടിരുന്നത്. അവർ പേടിച്ച കാര്യം പൂർണ്ണമായി നടന്നിട്ടുണ്ട്. നമ്മൾ നോക്കൂ, ഇപ്പോൾ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാകുന്ന സമയത്ത് പോലും പത്രം വായിക്കുന്ന അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ജനതയ്ക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഇപ്പോൾ എല്ലാവരുടെ കൈകളിലും മൊബൈലും കാര്യങ്ങൾ, ഒരു കൊച്ചു കുട്ടിയുടെ കൈകൾ തൊട്ട് ഒരു വയസ്സായ ആൾക്കാരുടെ കയ്യിൽ വരെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് അത് ഞാൻ പറയുന്നത് ഒരു വാർത്തയായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീൽസായിട്ടായാലും ട്രോളുകളായിട്ടായാലും അല്ലെങ്കിൽ ചെറുകിട കളിയാക്കലുകളുള്ള വീഡിയോസ് എടുക്കലായിട്ടായാലും ഇങ്ങനെ പ്രഭാഷണങ്ങൾ പറയുന്ന ആൾക്കാരുടെ റീൽസായിട്ടായാലും ചെറിയ DYFI, SFI, കോൺഗ്രസ് അങ്ങനെ ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ റീൽസുകൾ, അവരുടെ ലൈവുകൾ, അത്തരം കാര്യങ്ങളിലൂടെ ആയാലും ഇതിൻ്റെ സത്യാവസ്ഥയും കഥകളും ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങും. സത്യം പറഞ്ഞാൽ ഈ എമ്പുരാൻ കാണുന്നവരെ ബാബാ ബജ്രംഗി ആരാണെന്നോ ഈ നരേന്ദ്രമോദി ബാബാ ബജ്രംഗി ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്നോ ഒന്നും ഒരാൾക്ക് അറിയില്ലായിരുന്നു. നോക്കുക, രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ആൾക്കാർക്കിടയിൽ മാത്രം ചർച്ചയാവുന്നു അല്ലെങ്കിൽ ചില പാർലമെൻറ്റ് അല്ലെങ്കിൽ ന്യൂസ് ചർച്ചകളിൽ ഈ ചർച്ച ചെയ്യുന്നു എന്നല്ലാതെ ജനകീയമാവുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആൾക്കാരുടെ ഇടയിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലണം. അത് സംഭവിച്ചിട്ടുണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കൂ, കേരളം മൊത്തം വേണ്ട സൗത്ത് ഇന്ത്യ മൊത്തം ഇതിനെപ്പറ്റി അറിയുകയും ഗുജറാത്തിൽ ഇങ്ങനൊരു കലാപം ഉണ്ടായിട്ടുണ്ടെന്നും അതിൻ്റെ മുഖ്യ ആൾ ഇയാളാണെന്നും ആ കലാപത്തിലെ പ്രതിയെ ഇറക്കാൻ സഹായിച്ചിരുന്നതും നരേന്ദ്രമോദിയാണെന്നും അതിൻ്റെ പിന്നാലെ പിടിച്ച് പോയി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയൊക്കെ പേരുകൾ അതിൽ വരും എന്നുള്ളത് കൃത്യമായിട്ട് ആൾക്കാർക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗുജറാത്തിൽ നടന്ന ആ കലാപങ്ങൾ മാത്രമാണ് സിനിമയിൽ ഉൾക്കൊള്ളിച്ചത്. എന്തുകൊണ്ട് ഇത് നടന്നു, അതായത് സബർമതി എന്ന ട്രെയിൻ കത്തിച്ചിട്ടാണ് അതിനെതിരെ അവിടെ കരസേവകർ ആ ട്രെയിനിൽ വന്നപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ ആ ട്രെയിൻ കത്തിച്ചത് കൊണ്ടാണ് ഈ കലാപം ഉണ്ടായിരുന്നതും അതെന്തുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളതാണ് ഇവർ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നോക്കൂ, അന്ന് ഈ ട്രെയിൻ കത്തിയപ്പോൾ 50, 55, 56 പേരോളം കൊല്ലപ്പെട്ടു. നമ്മളതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതും അത് ആരാണ് തീ വെച്ചെന്നുള്ളതും മിസ്റ്ററിയാണ്. അത് വേറെ അവിടെ കിടക്കട്ടെ. അത് ഇവരെന്നെ കൊന്നതാണെന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ പോലും ആ 56 പേരും പറഞ്ഞിട്ട് അവരെ കൊന്ന എന്താണെന്നും അതെന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് തെറ്റാണ്, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് വേറെ, ഇവരെന്നെയാണോ അതുണ്ടാക്കിയെന്നുള്ളതും വേറെ, അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ പേരിൽ 1000ഓളം ആൾക്കാരിന് കൊന്നുതള്ളി. ഈ 1000ഓളം ആൾക്കാരെ കൊന്നുതള്ളിയതിൻ്റെ കഥ ഇവിടെ പറയുമ്പോൾ 55 പേര് അതിന് മുമ്പ് കൊല്ലപ്പെട്ടു, അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം. സബർമതി എന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ
കത്തിക്കുന്ന സംഭവം വരുന്നത്. കരസേവകർ വരുന്ന ട്രെയിൻ സബർമതി എന്ന ട്രെയിൻ ഗോത്ര എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നീങ്ങിയതിന് ശേഷം കത്തിച്ചു എന്നുള്ളതാണ് ഇവർ ഈ കലാപം പൊട്ടിപ്പുറപ്പെടാൻ ഉണ്ടായിരുന്ന കാരണം. സത്യത്തിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൊക്കെ കണ്ടാൽ അറിയാം, ഒരുപാട് അവിടുത്തെ ആ റിപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ലൈവിൽ വന്ന് പറയുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്താണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റെയിൽവേ സ്റ്റേഷനിൽ അതിൻ്റെ അടുത്തുള്ള ഒരു മുസ്ലിം ഗ്രാമങ്ങളിൽ നിന്നാണ് ആൾക്കാർ കച്ചവടം ചെയ്യുന്നത്. ഈ അയോധ്യയിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ട്രെയിനിലുണ്ടായിരുന്ന കരസേവകർ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ആപ്പിൾ അത്തരം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോവുകയും അവർക്ക് പൈസ കൊടുക്കാണ്ടിരിക്കുകയും ഒക്കെ ചെയ്തുണ്ടാകുന്ന ഒരു കലാപം അവിടെ ഉണ്ടാവണം. കലാപമല്ല, ഇവരുള്ളൊരു ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ളൊരു ഒരു ഫൈറ്റിന് സ്റ്റാർട്ടായി അവിടെ. അത് മാത്രമല്ല, അവിടെ കണ്ടിരുന്നൊരു താടി വെച്ച ഒരാളെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിച്ചു വരും. അപ്പം തന്നെ ഇവർ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്. ഇതൊന്നും നമ്മൾ ചുമ്മാ ഉണ്ടാക്കി പറയല്ല, ഇതൊക്കെ റിപ്പോർട്ടിലുള്ളതാണ്. ആ ക്ലാഷ് ഉണ്ടാവുന്ന ഈ ട്രെയിനിൽ തന്നെ കയറാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടീനെ അതിലുള്ള കരസേവകരിൽ ഒരാൾ വായ കുത്തിപ്പിടിച്ച് ആ ട്രെയിനിലേക്ക് കയറ്റുന്നു. കയറ്റുമ്പോൾ പക്ഷേ ആ ട്രെയിനിലുണ്ടായിരുന്ന ആ ബോഗിയിലുണ്ടായിരുന്ന കുറച്ച് ഈ കരസേവകരിൽ നിന്നുള്ള സ്ത്രീകളുണ്ടായിരുന്നു. അവർ ഇടപെട്ടിട്ട് ആ കൊച്ചിനെ തിരികെ വിടുന്നു. അവരിങ്ങനെ ബലം പ്രയോഗിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയെങ്കിലും അതിനുണ്ടായിരുന്ന കരസേവർ തന്നെ ഉണ്ടായിരുന്ന സ്ത്രീകൾ കാരണം ആ പെൺകുട്ടീനെ പുറത്തേക്ക് തന്നെ വിടുന്നു. പക്ഷെ ഓൾറെഡി ഇവിടെ ഒരു ക്ലാഷ് നടന്നു. ഈ പറഞ്ഞ ജയ് ശ്രീറാം വിളിപ്പിക്കുന്നതിൻ്റെ കൂടെയും അതുപോലെ അവർ വിറ്റിരുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് അതിൻ്റെ പൈസ കൊടുക്കുക, അതിൻ്റെ ക്ലാഷ് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടീനെ അതിലേക്ക് തട്ടിക്കൊണ്ട് പോയി എന്നുള്ളൊരു പ്രതീതി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി. അപ്പോൾ സത്യത്തിൽ ആ പെൺകുട്ടീനെ വിട്ടു. പക്ഷെ ഇങ്ങനൊരു പ്രതീതി ഉണ്ടാവുകയും ട്രെയിൻ പതുക്കെ മൂവ് ആവുകയും കുറച്ച് കരസേവർ അതിൽ കയറാൻ പറ്റാതെ പുറത്താവുകയും ചെയ്തു. ഇവർ തമ്മിലുള്ള ക്ലാഷ് പിന്നെ വർദ്ധിച്ച് ഈ മുസ്ലിമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടെ പോയി കുറച്ചങ്ങോട്ട് നീങ്ങിയ ശേഷം ചങ്ങല വലിക്കുകയും ഈ കരസേവകർ കുറച്ച് പേര് കയറാൻ പറ്റില്ല ഈ ക്ലാഷിൻ്റെ ഇടയിൽ. അതുകൊണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഈ ട്രെയിനിലുള്ള ആൾക്കാർ ഈ ചങ്ങല വലിച്ച് നിർത്തുന്നത്. എന്നിട്ട് ആ നിർത്തിയ സമയത്ത് ഈ ഗ്രാമങ്ങളിലുള്ള മുസ്ലിം വിഭാഗങ്ങൾ പോയി ഈ ട്രെയിൻ കത്തിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 2008 ഈ ഗുജറാത്ത് സർക്കാരിൻ്റെ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ മുസ്ലിങ്ങൾ നേരത്തെ ഗൂഢാലോചന ചെയ്ത് നടപ്പിലാക്കിയതിൻ്റെ അക്രമമായിരുന്നു സബർമതി കൂട്ടക്കൊല എന്നാണ്. പക്ഷേ ഇതാണ് നടന്ന സംഭവം എന്ന് എല്ലാവർക്കും അറിയാം. ആ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോലീസുകാരനെ ഇതല്ലാതെ ഞാൻ മാറ്റി പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ പല കേസുകളിൽ പെടുത്തി ഇപ്പോഴും ജയിലിൽ കിടക്കണം. ഇപ്പോഴും ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം ഉണ്ടാക്കിയ കലാപം നടത്തി ഈ ബാബ ബജ്രംഗി എന്ന് പറയുന്ന അയാൾ പരോളിലാണ്. ഇത് ചെയ്ത ആൾ, ഇയാൾക്കെതിരെയുള്ള കേസ് എന്താണെന്നറിയോ? എന്തോ ഒരു കസ്റ്റഡിയിൽ ഇരുന്ന ഒരാളെ ആക്രമിച്ചു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ചെറിയ കേസുകളിലാണ് ഇയാൾ ഇത്ര കാലമായിട്ട് നിൽക്കുന്നത്. ഇത്രയും കലാപം ഉണ്ടാക്കിയിട്ടുള്ള അയാൾ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഇത് ഞാൻ കൊന്നതാണെന്നും ഇനി എനിക്കൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനിയും ആയിരങ്ങൾ മുസ്ലിങ്ങളെ പോയി കൊല്ലാമെന്ന് പറയുന്ന വീഡിയോ അടക്കം ഈ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാതെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ. ഇതുപോലെ ഇങ്ങനെയാണ് ശരിയായി നടന്ന സംഭവം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. ഇതാണ് സർക്കാരും ഗവൺമെൻറ്റും കയ്യിലുണ്ടെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്നത്. ഇതിനെയാണ് നിങ്ങൾ ജനാധിപത്യം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നുകൊണ്ടാണ്. ഇത് നാട്ടിലെല്ലാവരും ഇതിനെ മറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഭരണം പിടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് BJPക്ക് വലിയൊരു ഐഡിയ ആവുന്നല്ല, ഇത് ആൾക്കാർ മറന്നിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഗുജറാത്ത് കലാപം ഉണ്ടായിരുന്നു എന്നുള്ളതും ബാബ ബജ്രംഗി എന്ന് പറഞ്ഞുള്ള ഒരാളുണ്ടായിരുന്നു എന്നുള്ളതും അതിനെ പുറത്തിറക്കാൻ സഹായിച്ച ഒരാൾ നരേന്ദ്രമോദി ആണെന്നുള്ളതൊന്നും ആൾക്കാർ മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം അത് ക്ലിയറായിട്ട് ആൾക്കാരുടെ മുമ്പിൽ വന്നു. എമ്പുരാൻ എന്നുള്ള സിനിമ സത്യത്തിൽ തുറന്നിരിക്കണം. ഞാനൊരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, മുരളി ഗോപി എന്ന് പറഞ്ഞ റൈറ്റർ സത്യം പറഞ്ഞാൽ ലെഫ്റ്റിലൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ അലക്കി പൊളിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാവരെയും
ആൾ വിമർശിക്കുന്നുണ്ട്. ആൾ പക്ക എഴുത്തുകാരനുള്ള നിലയ്ക്ക് സത്യത്തിൽ ഞാൻ ആളെ നല്ല രീതിയിൽ പ്രശംസിക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ എഴുത്തുകാർ വേണം. നിഷ്പക്ഷരെന്ന് പറയുന്നത് അങ്ങനത്തെ എഴുത്തുകാരെയാണ്. ഇപ്പോൾ നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ BJP അനുഭവമുള്ള ആൾക്കാർ, കോൺഗ്രസ് അനുഭവമുള്ള ആൾക്കാരെ എഴുതുന്നതിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനൊരു കമ്മ്യൂണിസ്റ്റ് മൃദുത്വം ഉണ്ട്. അതായത് BJPക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർക്കെതിരെ അയാളെ ആക്രോശിക്കുന്നതും, കമ്മ്യൂണിസ്റ്റുകാർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആളുടെ ആക്രോശത്തിനുണ്ടാകുന്ന ഒരു സൗമ്യതയും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പുള്ളി പേന എടുക്കുമ്പോൾ അല്ലെങ്കിൽ തൂലികയിൽ എഴുതി പിടിപ്പിക്കുന്ന സമയത്ത് അത് കമ്മ്യൂണിസ്റ്റ് ആണെന്നോ കോൺഗ്രസ് ആണെന്നോ എന്നൊന്നും പുള്ളി ശ്രദ്ധിക്കുകയില്ല. ശരിക്കും അങ്ങോട്ട് അലക്കി കൊടുക്കും. അങ്ങനെ വേണം ഒരു എഴുത്തുകാരനാകുമ്പോൾ, അങ്ങനെ തന്നെ വേണം. ഇപ്പോൾ ഈ ലെഫ്റ്റിലൊക്കെ വന്നപ്പം ഈ BJPക്കാരൊക്കെ ഭയങ്കര രീതിയിൽ സന്തോഷമുണ്ടാവും. പക്ഷേ എമ്പുരാനിൽ ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ തെളിവുകൾ പറ്റിയ സബർമതി കമ്മീഷനുണ്ട്. സബർമതി കമ്മീഷൻ പറഞ്ഞത് ഇത് ഒരു അക്രമത്തിൽ പൊട്ടിത്തെറിച്ചതല്ല, അകത്തു നിന്ന് എങ്ങനെയോ സ്റ്റൗവോ അതോ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലുമോ പറഞ്ഞിട്ട് പൊട്ടിത്തെറിച്ചെന്നാണ് സബർമതി കമ്മീഷൻ പറഞ്ഞത്. ഈ ഗുജറാത്ത് സർക്കാരിൻ്റെ കമ്മീഷനാണ് ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെയാണ് കലാപത്തിലൂടെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് തകർത്തു എന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇത് 2011 ഇതെല്ലാം കൂടി കോടതി വിധി എഴുതുകയും ചെയ്തു, ഇങ്ങനെയാണ് സംഭവിച്ചതെന്നും ആൾക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഉണ്ടാകുന്ന സബർമതി കമ്മീഷനൊക്കെ ഇത് നിങ്ങളുടെ വ്യൂസ് ശരിയായിരുന്നില്ല, നിങ്ങൾ അന്വേഷിച്ച് ശരിയായിരുന്നില്ല എന്നുള്ളതും ഇത് അകത്തുനിന്ന് പൊട്ടിത്തെറിച്ചാണെന്ന് പറഞ്ഞു. മുൻ DGP ജാദവേദൻ നമ്പൂതിരി, ഗുജറാത്ത് DGP ജാദവേദൻ നമ്പൂതിരി ഈ പറഞ്ഞതിൽ പുറത്തുനിന്നുള്ള യാതൊരുവിധ അക്രമങ്ങളും അതിലുണ്ടായിട്ടില്ല, അകത്ത് നിന്ന് തന്നെയാണ് തീ ഉണ്ടായിട്ടുള്ളതെന്ന് ഫോറൻസിക് റിപ്പോർട്ട് വെച്ചിട്ട് അയാൾ പുറത്തുവിട്ടു. നോക്കൂ, ഇപ്പോൾ പുറത്തുനിന്നാണ് ഒരു പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണ പോലത്തെ സാധനം വലിച്ച് എറിയുന്നതെങ്കിൽ എങ്ങനെ പോലും അവിടെ തട്ടുകയും അതിൻ്റെ പുറത്തും ഈ മണ്ണെണ്ണ ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടണമെന്നില്ല, അതിൻ്റെ സൈഡിലും ഒക്കെ കത്തും. ഇത് അകത്തുനിന്ന് മാത്രം കത്തിയിട്ട് പുറത്ത് ജനലിൽ കൂടെ തീ ആളിരിക്കുകയാണ്. അങ്ങനെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നോക്കൂ, കല്ലെറിഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ കല്ലെറിഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞ് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ തീ എറിഞ്ഞു എന്നുള്ളത് തെറ്റാണെന്നും തീ ഉണ്ടായിട്ടുള്ളത് ഈ ട്രെയിൻ അകത്തുനിന്നാണെന്നും കൃത്യമായിട്ട് മുൻ ഡി ജി പി ജാദവേദൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അതിലൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ S6 ഈ ബോഗി കത്തിയപ്പോൾ കരസേവകരോടുള്ള പ്രതിഷേധം അല്ലെങ്കിൽ അവരോടുള്ള സംഘർഷം കൊണ്ടാണ് ഇത് കത്തിച്ചതെങ്കിൽ എന്തുകൊണ്ട് ഈ ബോഗികൾ മാത്രം കത്തിച്ചു? ഈ ഒരു ട്രെയിനിൽ 10, 13 ചിലപ്പോൾ 20ഓളം ബോഗികളുണ്ടാവും. അതിൽ ഒരു ബോഗി മാത്രം അവർ കത്തിച്ചു, ബാക്കിയുള്ള കരസേവകരൊക്കെ അവർ മാപ്പ് കൊടുത്ത് വിട്ടു. അങ്ങനെയാണോ? കത്തിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കത്തിക്കണ്ടേ? ഇവരെ റിപ്പോർട്ടിൽ പറഞ്ഞ 2000 മുസ്ലിങ്ങൾ വന്നിട്ട് ഇതിനെ കവർ ചെയ്തു എന്നാണ് പറയുന്നത് ഈ ട്രെയിനെ. അപ്പോൾ കത്തിക്കുമ്പോൾ ഇവർ അത് മാത്രമായിട്ട് കത്തിക്കുക എങ്ങനെയാണ്? അങ്ങനെ കുറേ മിസ്ലീഡിങ് ഉണ്ട്. ഇവരിത് ഒരു കലാപം ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഇവരെ തല്ലിക്കൊല്ലാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരെ ഒഴിവാക്കണം എന്നുള്ളതാണ്. RSS അത് കൃത്യമായിട്ട് ഓപ്പണായിട്ട് പറയുന്നുണ്ട്, മുസ്ലിങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളത്. അത് കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ അവർ വീഡിയോ ഓണാക്കി പറയുന്നുണ്ട്. എന്നിട്ടിത് കാണില്ല നടിക്കുന്നതിൻ്റെ കാരണം ഗവൺമെൻറ്റിന് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഈ മതം, ജാതി, ഈ വക സാധനങ്ങൾ മാറ്റി കളഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല. നോക്ക്, ചൈന അങ്ങനത്തെ സ്ഥലങ്ങളിൽ റേസ് എങ്ങനെയാണോ പുരോഗമിക്കേണ്ടതെന്ന് നോക്കി അവർ നടക്കുകയാണ്. ചൈന പോലുള്ള രാജ്യങ്ങളിൽ എങ്ങനെ ഡെവലപ്പ് ആവാം, എങ്ങനെ ആൾക്കാർക്ക് കൂടുതൽ സമയം പാഴാക്കാതെ ഡെവലപ്പ് ആവാം, ഇൻഡസ്ട്രി വലുതാക്കാം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ തല്ലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇപ്പം നിങ്ങൾ ഈ BJPക്കാർ അല്ലെങ്കിൽ ഈ RSSകാർ പറഞ്ഞ ഹിന്ദുക്കൾ എന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഇവിടുത്തെ മുസ്ലിങ്ങളിലെയും ക്രിസ്ത്യാനികളിലൊക്കെ പറഞ്ഞയച്ചിട്ട് ഹിന്ദു മാത്രം ഉണ്ടാകുന്നുള്ള രാജ്യമാണ് സ്വപ്നം കാണുന്ന അതിൻ്റെ പിന്നാലെ നടക്കുന്ന കുറേ ഹിന്ദുക്കളുണ്ട് എന്ന് നിൽക്കട്ടെ. ഹിന്ദുക്കൾ പറഞ്ഞാൽ RSS എന്ന ഹിന്ദുക്കൾ, BJP എന്ന ഹിന്ദുക്കളെല്ലാവരെയും അട്ടിപ്പേറവകാശം ഒന്നും അവരുടെ കയ്യിലില്ല. പക്ഷെ RSS എന്ന ഹിന്ദുക്കൾ അവരുണ്ട്. അവരുടെ വിചാരം എന്താ വെച്ചാൽ ഇവരെല്ലാം പുറത്താക്കി ഞങ്ങളെ ഹിന്ദു രാജ്യമാക്കി അല്ലെങ്കിൽ മതപരമായിട്ട് ഇതൊരു ഭരത് മാതാ കി ജയ് വിളിച്ച് നടക്കാൻ പറ്റുന്നൊരു രാജ്യമാക്കാനാണ് ഇവരുടെ പ്ലാനെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർക്ക് അതിനെ പറ്റിയുള്ള കാര്യം കൃത്യമായിട്ട് വന്നില്ല. ഇപ്പോൾ ഈ സുരേഷ് ഗോപിയുള്ള MP എന്നല്ല, ഇവർക്ക് ഉന്നത കുലജാതന്മാരും താഴെ കീഴെ കിടക്കുന്നവരും മോളിൽ കിടക്കുന്നവരും മാത്രമേ ഉള്ളൂ. അവർ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രജ എന്നാണ് വിളിക്കുന്നത്. അയാൾ രാജാവും
ബാക്കിയുള്ള ആൾക്കാർ പ്രജയും. ഇയാളുടെ ഒരു പ്രശ്നം അതാണ്. ഇങ്ങനത്തെ എല്ലാ ഇഷ്യൂസുകൾ ഇവരെ തലപ്പത്തിരിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിചാരിക്കുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്താക്കി ഹിന്ദു രാജ്യമായിട്ട് നിങ്ങളാക്കാന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യമാവില്ല ഒരിക്കലും. ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളെയും പുറത്താക്കി നിങ്ങൾ ഈ RSSനോ BJP ഗവൺമെന്റിനോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ഉണ്ടാവാൻ പോകുന്നത് ഹിന്ദു രാഷ്ട്രമായിരിക്കില്ല. അന്ന് ബ്രാഹ്മണന്റെയും നായരുടെയും ശൂദ്രന്റെയും വൈശ്യന്റെയും ഒക്കെ രാജ്യമായിരിക്കും. അവരപ്പം അതിനെ വിധി എഴുതും. ഇന്ന ആൾക്കാർ ഇത്ര ദൂരം നിന്നാൽ മതി, ഇന്ന ആൾക്കാർ ഇവിടെ നിന്നാൽ മതി. ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഇതിനൊക്കെ വേണ്ടി സമരം ചെയ്ത് കൊണ്ടുവന്ന് ഇതൊരു മതനിരപേക്ഷമായ രാജ്യമാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു കുറച്ച് കാലം കൊണ്ട് ഇത് പിന്നെയും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് നടന്ന ആൾക്കാരുടെ ഇടയിൽ ഇവൻ മുസ്ലിമാണ് ക്രിസ്ത്യാനികളിൽ നിന്നുള്ള ലെവലിലേക്ക് ഈ അടുത്ത കാലം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഇത് വന്നു കഴിഞ്ഞു. പണ്ട് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ലായിരുന്നു. ഇന്ന് ഞാൻ നീ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സമുദായം, നിങ്ങളുടെ സമുദായം. ഒരു കാലഘട്ടത്തിൽ ഇത് വല്ലാണ്ടുണ്ടായിരുന്നു. അതങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ പറഞ്ഞ മാതിരി എഴുത്തുകാർ കൊണ്ടും കലാസൃഷ്ടിയുള്ള ആൾക്കാർ കൊണ്ടും എല്ലാവരെയും കൊണ്ടും സംസാരിച്ച് പ്രസംഗിച്ച് അതിനെ മാറ്റി നിർത്തി ക്ലിയറാക്കി കൊണ്ടുവന്ന് ഇത്ര ഒരു ലെവലിൽ എത്തിയപ്പോൾ പിന്നെയും അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു 20-25 വർഷങ്ങൾ മുമ്പ് കഴിഞ്ഞൊരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇടയിലൊരു 10-15 വർഷക്കാലം വളരെ നീറ്റായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോയിരുന്നതാണ്. പിന്നീട് ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇവർ ഭരണം പിടിച്ച് ഇവിടം വരെയൊക്കെ എത്തി. നമുക്ക് ഇതുകൊണ്ടൊന്നും ഒരിക്കലും രാജ്യം നന്നാവാൻ പോകുന്നില്ല. നമുക്ക് ഒരു സിനിമ പുറത്ത് വിട്ടാൻ അല്ലെങ്കിൽ ഒരു സത്യം പറയാൻ ആൾക്കാർ മടിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമ പുറത്ത് വിടാൻ, അല്ലെങ്കിൽ അവർക്കൊരു കലാസ്വാതന്ത്ര്യം ഇല്ലയെന്ന് അതിനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കില്ല, പിന്നെ എന്തിനാണ് ജനാധിപത്യം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിനിമ എടുക്കൂ, നിങ്ങളും തിരിച്ചെടുക്കൂ. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ കാണിച്ചിട്ട് ആൾക്കാർ അതും കാണട്ടെ, ആൾക്കാർ വിലയിരുത്തട്ടെ ഇതിൽ ഏതാണ് സത്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സിനിമ എടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ പുറത്തു വിടും, അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വിടും. ഇങ്ങനെയല്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്. സത്യം പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഇതാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതവരൊരു സിനിമ എടുക്കുന്നു, അതിന് വേണ്ടി വല്ലാതെയും. ഇപ്പോൾ കേരള സ്റ്റോറിയിലുള്ള സിനിമയിൽ എന്താണ് കാണിക്കുന്നത്? കൃത്യമായിട്ടല്ലോ പറഞ്ഞത്, അതൊരു സിനിമ കഥ പോലെ പറയുന്നു. അത് പലരെയും കൊള്ളിച്ചും കൊള്ളിക്കാതെ ഒക്കെ പറഞ്ഞു. ഇതുവരെയുള്ള കാലത്തിൽ എന്തൊക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നു സിനിമകളിൽ. കരുണാകരനെ, ഉമ്മൻചാണ്ടിനെ, VS അച്യുതാനന്ദനെ, പിണറായിനെ എല്ലാവരും നമ്മൾ കളിയാക്കിയിട്ടുമുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുമുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ചിലർ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് കഥകൾ മാത്രമേ വിജയിക്കുന്നുള്ളൂ കേരളത്തിൽ, ബാക്കി എല്ലാവരും തഴയാണ്, ബാക്കിയുള്ള പാർട്ടികളൊക്കെ കഥകളൊക്കെ ഒരു തഴയാണ്, ചിലപ്പോൾ ഉണ്ടാക്കാൻ തന്നെ സമ്മതിക്കില്ല. നോക്കൂ, ഒരു സിനിമ ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ 17-21 കട്ടൊക്കെ ആക്കണമെന്ന് അധികാരമുള്ള ആൾക്കാരാണ് ഇവർ. അപ്പോൾ അവർക്കൊരു സിനിമ ഇങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റില്ല എന്നാണ് പറയണത്. കമ്മ്യൂണിസ്റ്റ് പടങ്ങൾ മാത്രം വിജയിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? കമ്മ്യൂണിസ്റ്റ് പടങ്ങളാണ് വിജയിക്കുന്നത്. കാരണം നിങ്ങളതിൽ പറയുന്ന ആശയങ്ങളും നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പടങ്ങളിൽ എടുക്കുന്ന ആശയങ്ങൾ തമ്മിൽ ആൾക്കാർ അക്സെപ്റ്റൻസ് വേണ്ടേ? ഒരു 100 പേര് കണ്ടാൽ 50 പേർക്കെങ്കിലും ഇഷ്ടമാവണം. അല്ലെങ്കിൽ 100 പേർക്കും ഈ പറയണത് എന്താണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്, പച്ച വർഗീയത പറഞ്ഞാണോ ഇത് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരിറങ്ങിപ്പോവും. അതുകൊണ്ടാണ് അത് വിജയിക്കാത്തത്. നോക്കൂ, അപ്പോൾ ഇതിൻ്റെ ആശയങ്ങളും ആൾക്കാരുടെ അക്സെപ്റ്റൻസുമാണ് വലുത്. അത് നിങ്ങൾ ആശയപരമായിട്ടും കലാപരമായിട്ടും ആൾക്കാർ എങ്ങനെ ഇതിനെ ചരിത്രപരമായ ഒരു സിനിമ എടുക്കുമ്പോൾ ചരിത്രപരമായി എന്തോരം അതിനെ യോജിക്കുന്നു എന്ന് ആൾക്കാർ നോക്കും. കൊമേഴ്ഷ്യൽ മൂവിയും കൂടി ആകുമ്പോൾ ആൾക്കാർ അതിനെ പെട്ടെന്ന് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. എന്തായാലും പോട്ടെ, ഈ വിഷയം ഇപ്പോൾ എമ്പുരാനാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിനെ സംബന്ധിച്ചോളം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഗോത്രയിൽ നടന്ന കലാപത്തിൽ ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും കരസേവകരോടൊക്കെയുള്ള 56 പേര് കൊല്ലപ്പെട്ടതിനെ നമുക്ക് ഒരിക്കലും സാധൂകരിക്കാൻ പറ്റില്ല. അവർ നടത്തിയത് ആരാണെങ്കിലും. ഇതിപ്പോൾ RSSൻ്റെ ഗൂഢാലോചനയിൽ ഇത് കലാപം നടത്താനുള്ളൊരു ഒരു മാർഗമായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതാണെങ്കിലും, അതല്ല മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ വർഗീയത കൊണ്ടോ അല്ലെങ്കിൽ വൈരാഗ്യം കൊണ്ടോ ചെയ്തതാണെങ്കിലും അത് അവർ ആരാണോ ചെയ്തത് അവർക്ക് ശിക്ഷ കിട്ടണം. അതിപ്പോൾ പിടിക്കപ്പെട്ടവരെ അവർ യഥാർത്ഥ കുറ്റവാളിയാണെങ്കിലും പിടിക്കപ്പെടാനിരിക്കുന്ന യഥാർത്ഥ കുറ്റവാളിയല്ലെങ്കിലും അവർക്ക് ശിക്ഷ കിട്ടണം. പക്ഷെ അതിനെ മുൻനിർത്തി, ആ 58 പേര് കൊന്നതിനെ മുൻനിർത്തി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു തള്ളിയ RSS എങ്ങനെ ഇതിനെ സാധൂകരിക്കും?
ഈ 58 പേര് മരിച്ചു, അതിന് പകരമായിട്ട് 1000-ഓളം ആൾക്കാരെ കൊന്നു തള്ളി എന്ന് പറയുന്ന ഒരു ന്യായമാണോ? അതിനെങ്ങനെ ഇവർ സാധൂകരിക്കും? ആ ആ കലാപം ചെയ്തത്, മുമ്പ് ചെയ്തത് കലാപമായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ആ കലാപത്തിനെതിരെ ചെയ്ത സമയത്ത് അതിനെ നേതൃത്വം നൽകിയ ബാബ ബജ്രംഗി എന്നയാൾ വീഡിയോയിൽ വന്നിട്ട് ഇത് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ചെയ്തതെന്നും അവരെ ബലാത്സംഗം ചെയ്തതും കുട്ടികളെ കൊന്നതും എല്ലാം, കുട്ടികളൊക്കെ തലക്കടിച്ച് കൊല്ലുകയാണ്. നോക്കൂ, ഒരു പ്രശ്നങ്ങൾക്കിടയിൽ പെട്ടെന്നുണ്ടാവുന്ന രോഷത്തിൻ്റെ പേരിലോ ദേഷ്യത്തിൻ്റെ പേരിലോ അല്ല, മനഃപൂർവ്വം കുട്ടികളെ തലക്കടിച്ച് കൊല്ലുകയും ഗർഭിണികളിലെ വയറ് കുത്തിപ്പൊളിക്കുകയൊക്കെ ചെയ്യുന്നത് മനഃപൂർവ്വം സന്തോഷത്തോടെയാണ് ചെയ്തതെന്ന് ഒരാൾ, ഇതിൻ്റെ പ്രധാന ആൾ മൊഴി നൽകാണ് വന്നിട്ട് നേരിട്ട് വീഡിയോയിൽ. ഒരു സ്റ്റിങ് ഓപ്പറേഷനിൽ കൃത്യമായിട്ട് അയാളത് പറയുന്നുണ്ട്. എന്നിട്ട് പോലും അയാൾ പരോളിൽ അടക്കാണ്. ഇപ്പോൾ ആ പരോളിൽ അടക്കുന്ന കാര്യം അയാളുടെ കണ്ണിന് കാഴ്ച കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പരോൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ സംഭവം റിപ്പോർട്ട് ചെയ്തുള്ള പോലീസുകാരൻ ജയിലിലാണ്. അയാൾക്ക് ജീവപര്യന്തമാണ്. അയാൾക്ക് ഓരോ കേസുകൾ നല്ല തലയ്ക്ക് ഇട്ടുകൊടുത്ത് ജീവപര്യന്തത്തിൽ. അയാൾ ആ കേസുകളിൽ അയാൾ മുഖ്യ പ്രതിയാണെന്നല്ലേ ഇരിക്കട്ടെ, അയാൾക്ക് ജീവപര്യന്തം കൊടുക്കാനുള്ള കാര്യം എന്താ? പോട്ടെ, ജീവപര്യന്തം കൊടുത്തോട്ടെ. അയാൾക്ക് ജീവപര്യന്തം കൊടുത്തിട്ട് അയാൾക്ക് മര്യാദയ്ക്ക് പരോൾ കൊടുക്കണില്ലെങ്കിൽ ഈ പറഞ്ഞ ഇയാൾ സ്വയമേ ആ വിഷയത്തെ ശരിയാണ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സന്തോഷത്തോടെയാണ് ഞാൻ ചെയ്യുന്നു പറഞ്ഞാൽ അത്രയും ക്രൂര കുറ്റവാളിക്ക് പരോൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണ്? കഠിന തടവും തൂക്കയറുമല്ലേ കൊടുക്കേണ്ടത്? ആ ആ കുറ്റവാളി നരേന്ദ്രഭായി എന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെന്ന് അയാൾ തുറന്നു പറയുകയും ആ നരേന്ദ്രഭായി എന്നെ അയാൾ രക്ഷിക്കുകയും ആ സർക്കാർ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് പരോൾ കിട്ടുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ എന്ത് മനസ്സിലാക്കണം? എന്തായാലും രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോളറിൻ്റെ വില വർദ്ധിക്കുന്നു, തൊഴിലില്ലായ്മ നടക്കുന്നു എന്നൊക്കെ പറയുന്നു, രാജ്യം നശിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മളെ മനസ്സിൽ അത്ര വലിയ ആശങ്കകൾ ഇല്ലായിരുന്നു. ആൾക്കാർ എങ്ങനെയും പിഴച്ചു വെക്കോളും എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷേ രാജ്യം യഥാർത്ഥത്തിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ വരുന്ന ന്യൂസുകൾ കൊണ്ട് തന്നെ നമ്മൾ വല്ലാതെ മനസ്സിലാക്കുന്നു, ഭയപ്പെടുന്നു. അതിൻ്റെ കാരണം നമുക്ക് ഒട്ടും ശരിയല്ലാത്ത ആൾക്കാരുകൾ സർക്കാരായി വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ദൂഷ്യഫലങ്ങളും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ ലൂസിഫറിലെ കഥകളിലെ കാര്യങ്ങൾ, ഓരോ രാഷ്ട്രീയക്കാരുകൾ കാശുണ്ടാക്കുന്നതും ആ കാശുണ്ടാക്കുന്ന വഴികളിലൂടെ ഡ്രഗ്സ് ഒഴുകുന്നതും രാജ്യം കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും വളരെ കൂളായി ആൾക്കാർ ചെയ്യുന്നതിൻ്റെയും കാരണം ലൂസിഫറിലും എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുള്ള മുരളി ഗോപിക്ക്. അതുപോലെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മാപ്പ് പറയാത്ത, അല്ലെങ്കിൽ ഇത് എഴുതി വെച്ച ഈ കഥകൾ ഉണ്ടാവാൻ പ്രധാന കാരണമായ മുരളി ഗോപി ഒരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല. അതിന് പകരം ഈ വിഷസ് ടു ഓൾ എന്ന് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച മുരളി ഗോപിയുടെ ധൈര്യത്തെ ഞാൻ ഹാറ്റ്സ് ഓഫ് ചെയ്യുന്നു. അത് അവൻ്റെ ഒരു സിനിമയിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റിൽ അവൻ ജയൻ്റെ കഥാപാത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ വീടിൻ്റെ ചുമരിൽ അങ്ങനെ ഒരുപാട് പടങ്ങളൊന്നുമില്ല, ഒരൊറ്റ ആളെ പടയുള്ളൂ, അതെൻ്റെ തന്തയുടെയാണ്, മാപ്പ് ജയം പറയൂല എന്ന്. അത് തന്നെ ഓർത്തു പോകുന്നു മുരളി ഗോപി ഇപ്പോഴത്തെ ആക്ഷൻ കാണുമ്പോൾ. എന്തായാലും ഹാറ്റ്സ് ഓഫ്.